എന്റെ കുഞ്ഞെ, അവരിപ്പോ എത്തുവല്ലോ. പിന്നെന്താ ഇത്രയും വെപ്രാളം? അബയൊക്കെ ഇങ്ങ് എത്താറായിന്ന് അറിഞ്ഞതോടെ ഭാഗമെടുത്ത് പോകാൻ റെഡിയായിരിക്കുന്ന ആര്യയുടെ ശാരദമ്മ പറഞ്ഞു. മോള്, എന്റെ മോള് എന്നെ പിരിഞ്ഞു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അമ്മേ. എല്ലാരും കൂടി ഉള്ളത് കൊണ്ട് അവൾക്ക് ചിലപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്കെന്തോ ഒരുപാട് നാളായി ഞാൻ അവളെ പിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുക. വിങ്ങിലടക്കി പറയുമ്പോൾ ആര്യയുടെ കണ്ണുകൾ കലങ്ങിയത് ശാരദാമ്മ കണ്ടു. രഞ്ജുമോൻ വരും മുൻപേ മോള് പോകും അല്ലേ? അവൾക്ക് കൂടുതൽ വിഷമം തോന്നാതെ ഇരിക്കാൻ എന്നോണം അവർ വിഷയം മാറ്റിക്കൊണ്ട് തിരക്കി. അത് അതറിയില്ല. അവരൊക്കെ ഇപ്പൊ എത്തുമെന്നല്ലേ പറഞ്ഞത്. വന്നാൽ ഉടനെ പോകുമായിരിക്കും. ആര്യ പുറത്തെ നിലാവെളിച്ചത്തിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഇന്നലെയും ഇന്നും മോൾ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒരാളായി. ഇനിയിപ്പോ നാളെ മുതൽ രഞ്ജുമോൻ വരും വരെ ഇങ്ങനെ നോക്കിയിരിക്കണം. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയായി സന്തോഷത്തോടെ ജീവിക്കാനും ഒരു ഭാഗ്യം വേണം. അതെനിക്കില്ലാതെ പോയി. നേർത്തൊരു ചിരിയോടെയാണ് അവർ പറഞ്ഞതെങ്കിലും ഒറ്റപ്പെടലിന്റെ നോവ് അവർക്കുള്ളിലുണ്ടെന്ന് ആരിക്കും തോന്നി. ശാരദാമ്മ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ അലിവോടെ അവരെ ചേർത്ത് പിടിച്ചു ആര്യ. രാത്രി 9 മണിയോടെ അടുപ്പിച്ച് അബിയും നിവിയും ഒക്കെ മാംഗല്യത്തിലെത്തുമ്പോൾ അവരെ കാത്തെന്നോണം ഉമ്മർത്ത് ആര്യയുണ്ടായിരുന്നു. അവൾക്കടുത്തായി ശാരദാമ്മയും. ഏട്ടൻ ഷോപ്പിൽ നിന്ന് വന്നില്ല അല്ല ചേച്ചി? കാറിൽ നിന്നിറങ്ങിയ ഉടനെ നിവി അത് ചോദിച്ചത് ആര്യോടായിരുന്നു. ഇല്ല ഇല്ല നിവി, വന്നിട്ടില്ല. അവളുടെ ആ ചോദ്യം ഒട്ടുമേ പ്രതീക്ഷിക്കാതിരുന്ന ആര്യ നേർത്തൊരു പരിഭ്രമത്തോടെയാണ് പറഞ്ഞത്. അപ്പോ വൈകിട്ട് ചേച്ചി ഒറ്റയ്ക്ക് ബസ്സിൽ കയറിയാണോ വന്നത്? ഞാൻ ഏട്ടനോടൊക്കെ പറഞ്ഞേൽപ്പിച്ചല്ലേ ശാരദാമ്മയെ? ഉമ്മർപ്പടിക്ക് താഴെ ഇടുപ്പിൽ കൈകുത്തിയുന്നുകൊണ്ട് അവൾ ശാരദമ്മയോട് തിരക്കി. അല്ല അല്ല നിവി, നിന്റെ ഏട്ടൻ എന്നെ കൊണ്ടുവിട്ടിട്ട് പോയതാണ്. നേരത്തെ അതേ പരിഭ്രമത്തോടെ തന്നെ ആര്യ പറഞ്ഞു. എന്റെ പൊന്നുമോളെ, വന്ന പടി നിൽക്കാതെ നീ ആദ്യം വീട്ടിലേക്ക് കയറി, പിന്നെ ബാക്കിയൊക്കെ ചോദിക്കാം. അവൾക്ക് പിന്നാലെ വേദുവിന്റെ കൈയും പിടിച്ച് കാറിൽ നിന്നിറങ്ങിയ രാധിക പറഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. ആ കയറാലോ എന്റെ ശാരദക്കുട്ടി. അവളുടെ കാട്ടിക്കുട്ടൽ കണ്ട് താടിക്ക് കൈയും കൊടുത്തിരുന്ന ശാരദാമ്മയെ നോക്കി ചമ്മിയൊരു ചീരിയോടെ അവരുടെ താടിയിൽ പിടിച്ചെന്ന് കൊഞ്ചിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അപ്പം വീട്ടിലേക്ക് കയറി നിവി. ഏട്ടൻ വന്നിട്ട് നമുക്ക് പോയ പരിചിതേട്ടാ. ശാരദാമ്മ ഉണ്ടാക്കി കൊടുത്ത കട്ടൻ കാപ്പിയും അരിമുറുക്കും കഴിക്കുമ്പോഴാണ് നിവി അവന്റെ ചെവിയിൽ മെല്ലെ ചോദിച്ചത്. അതെന്തേ ഇപ്പോ അങ്ങനെ ഒരു ചോദ്യം? കട്ടൻ മോന്തി കൊടുക്കിനിടയിൽ ചോദിച്ചുകൊണ്ട് മുഖം ചെരിച്ച് അവളെ നോക്കി അബി. എനിക്ക് ഏട്ടനെ കാണാം, പിന്നെ വേദുവിനും കാണണ്ടേ. കല്യാണത്തിന് വന്നപ്പോ അവളെ ഫ്രണ്ടിനോട് നല്ലോണം വർത്തമാനം പറയാൻ പറ്റിയില്ലെന്ന് അവളെ കാറിലിരുന്ന് പറഞ്ഞത് ജിത്തുവേട്ടൻ കേട്ടില്ലേ? അവൻ നോക്കി കള്ളച്ചീരി ചിരിച്ചോണ്ട് നിവി പറഞ്ഞത്. ഏട്ടൻ വരാൻ വൈകിയാലോ? എനിക്കാണെങ്കിൽ എന്റെ നിവിയെ വല്ലാതെ ഒന്ന് സ്നേഹിക്കാൻ തോന്നുന്നു. കാത്തിരിക്കാൻ വയ്യലോ ഏട്ടന്റെ കുഞ്ഞിയേയി. വേദുവിനെ പിടിച്ചിരുത്തി വിശേഷങ്ങൾ തിരക്കുന്ന ആര്യയെയും ശാരദാമ്മയുടെ കഥ പറയുന്ന രാധികയും ഫോണിൽ തോന്നുന്ന അഞ്ജുവിനെയും ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അവൾക്ക് അടുത്തേക്ക് ചാഞ്ഞു വന്ന് രഹസ്യം പോലെ അഭി പറഞ്ഞത്. അയ്യേ പോയേ ജിത്തുവേട്ടാ. അവനെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് അവൾ ചുറ്റിനും ഇരിക്കുന്നവരെ നോക്കി. ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതോടെ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വീണ്ടും അവനെ തറപ്പിച്ചൊന്നു നോക്കി. എവിടെ ചെക്കൻ അവിടെ ഇരുന്ന് ഉമ്മ വെക്കും പോലെയും കടിക്കും പോലെയും ഒക്കെ ആക്ഷൻ കാണിക്കെ നിവി പതറിക്കൊണ്ട് നോട്ടം മാറ്റിക്കളഞ്ഞു. അവളുടെ ഭാവം കാണി ജിത്തു ചിരിച്ചു പോയി. ഒപ്പം അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചു. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ അബി? വീടിനുള്ളിലേക്ക് ചിരിയും വർത്തമാനവും ഒക്കെ കേട്ട് കയറി വന്ന നിറഞ്ഞ സന്തോഷത്തോടെ ചോദിച്ചു. ഒരുപാടൊന്നും ആയില്ല അളിയ, 1 മണിക്കൂറായേളൂ. നിവിയുടെ കയ്യിൽ നിന്നും പിടി വിട്ടുകൊണ്ടാണ് അബി പറഞ്ഞത്. ഏട്ടാ. സെറ്റിയിൽ തന്റെ അടുത്ത് വന്നിരുന്ന നിരഞ്ജന്റെ ചുമലിൽ ചാഞ്ഞിരുന്നുകൊണ്ട് നിവി വിളിച്ചു. എന്താടാ? അവളെ തലയിൽ നിന്ന് തഴുകിക്കൊണ്ട് നിരഞ്ജൻ തിരക്കി. ചുമ്മാ ഇഷ്ടം വന്നിട്ട്. എനിക്ക് എന്റെ ഏട്ടനോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് നിവി പറയെ നിരഞ്ജൻ അവളെ നെറുകയിൽ മെല്ലെ ചുണ്ടു ചേർത്ത് വെച്ചു. വേദമോൾ എന്താ മാറി നിൽക്കുന്നേ? വാ. നിവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിരഞ്ജൻ വേദുവിനെ നോക്കി കൈ കാട്ടി വിളിച്ചു. ചെറുചീരിയോടെ അവൾ മോടി വന്ന് നിരഞ്ജനെ മറു സൈഡിൽ അവനോട് ചേർന്നിരുന്നു. വേദുവിന്റെ മുഖത്ത് തെളിഞ്ഞ ആ ചിരി കാണേ ആര്യയുടെ ചുണ്ടും നേർത്തൊന്നും വിടർന്നു. ഇന്നിനി ഈ രാത്രി പോകണ്ട ബി. എല്ലാവർക്കും കൂടെ ഇവിടെ കൂടാം. നാളെ സൺഡേ കൂടെ അല്ലേ? വൈകിട്ട് പോകാം. എല്ലാരും കൂടെ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ പോകാൻ ഇറങ്ങിപ്പോ എനിക്ക് എന്തോ പോലെ. വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഒത്തിരി വൈകി പോകാൻ ഇറങ്ങിയവരോട് നിരഞ്ജൻ പറഞ്ഞു. അതിപ്പോ എന്ത് പറയണമെന്ന പോലെ അഭി തിരിഞ്ഞ് രാധിക്ക് നോക്കി. ഇന്നിവിടെ നിൽക്കാം ആന്റി. ഏട്ടൻ പറഞ്ഞതല്ലേ, നമുക്ക് നാളെ പോകാം പ്ലീസ്. രാധികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിവി പറഞ്ഞു. എനിക്ക് എന്താ എതിർപ്പ്? അവിടെ ചെന്നാലും ഒന്ന് മേല് കഴുകി പോയിന്ന് കിടക്കണം. അതിപ്പോ ഇവിടെ ആയാലും കുഴപ്പമില്ല. പിന്നെ ഉടുത്തു മാറാൻ ബാഗിൽ തുണിയുണ്ടല്ലോ. ആ ചേട്ടന്റെയും അനീത്തിയുടെയും മനസ്സറിഞ്ഞ പോലെ അന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചോണ്ട് രാധിക പറഞ്ഞു.
അന്ന് ആ വീട്ടിലെ വർത്തമാനവും ചിരിയും കേൾക്കെ തീരെ സഹിക്കാനാവാതെ തൊട്ടടുത്ത വീട്ടിൽ വിമല കോർത്ത നോട്ടത്തോടെ മാംഗല്യത്തിലേക്ക് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. പോയി കിടന്നുറങ്ങാതെ നീ എന്തിനാ വിമല ഈ നേരത്തും ഇവിടെ വന്നിങ്ങനെ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്നത്? മാംഗല്യത്തിലേക്ക് കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുന്നവരോട് ദിവാകരൻ തിരക്കി. അവിടെ അവിടെ എന്താ ഒച്ചയും ബഹളവും? അതിന് മാത്രമുള്ള ആളുകൾ എവിടുന്ന് വന്നു? ആ വീട്ടിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിയെന്നുകൊണ്ട് തന്നെ അവർ തിരക്കി. അവിടെ ആരോ വരട്ടെ, പോകട്ടെ, നീ എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? അയാൾ ഒച്ച ഉയർത്തി. അവിടുത്തെ ബഹളവും ചിരിയും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ പ്രകടനം? ആ നിവിയെ ഓർത്താണ് എന്റെ മോൻ കിട്ടിയ ജീവിതം പോലും നേരിച്ചു ജീവിക്കാനാവാതെ ഈ നാട്ടിൽ നിന്ന് പോയത്. എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? കുറച്ചു മുൻപ് ഉമ്മർത്തിരുന്ന് ആ ചെറുക്കിനോട് കൊഞ്ചിക്കുഴയുന്നു. വിമല രോക്ഷത്തോടെ പറഞ്ഞു. ആണോ? അവൾക്ക് സന്തോഷമാണെന്ന് നിനക്ക് തോന്നിയോ? അവൾക്ക് ദൈവം നല്ലതേ കൊടുക്കൂ. ആ പിള്ളേര് മാത്രല്ല, അവരുടെ അച്ഛനും അമ്മയും പോലും ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ആ പെങ്കൊച്ചിന്റെ മനസ്സ് ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അത് നമ്മൾ മാത്രമാണ് വിമലൈ. പണത്തിന് വേണ്ടി ലക്ഷ്മി ചെയ്തത് പോലും നീയോ മനുവോ ചെയ്ത ദ്രോഹത്തോളം വരില്ല. പിന്നെ അവിടെ സന്തോഷം കണ്ട് അതിൽ കണ്ണു വെക്കാതെ നമ്മുടെ മോനും വിഫിയെ ഭാര്യയെ കാണാനും അവൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനുമുള്ള മനസ്സുണ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവരുടെ ഒന്നും അറിയാത്ത പോലുള്ള വർത്തമാനം കേൾക്കെ കടുത്ത ശോഭത്തോടെയാണ് അയാളത് പറഞ്ഞത്. വിമലയുടെ ഓരോ പ്രവൃത്തിയും വാക്കുകളും ഓർത്ത് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി ആ ഉമ്മർത്ത് ഒറ്റയ്ക്കിരുന്നു ദിവാകരൻ. മാംഗല്യത്തിലെ ചിരിയും കളിയും എന്ന് നിലനിൽക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ആ നേരം ആ വൃദ്ധന്റെ മനസ്സിൽ നിറഞ്ഞെന്നത്. നിങ്ങളെന്താ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നത്? എല്ലാത്തിനും കാരണം ഞാനാണെന്നോ? ഞാൻ കാരണമാണ് എന്റെ മോന്റെ ജീവിതം ഇങ്ങനെയായെന്നോ? ആലോചനയുടെ ഇരുന്ന അയാൾക്ക് മുന്നിലേക്ക് കരു തുള്ളിക്കൊണ്ടാണ് വിമല വന്നു നിന്നത്. പിന്നല്ലാതെ നിവിയുമായുള്ള വിവാഹം വേണ്ടെന്ന് വെക്കാൻ 24 മണിക്കൂറും ആ ചെറുക്കനെ ചെവി തിന്നത് ഞാനാണോ? അവരെ നോക്കി പുച്ഛത്തോടെ തിരക്കി അയാൾ. നമുക്കാകെയുള്ളൊരു മോൻ എല്ലാ സൗഭാഗ്യത്തോടെയും ജീവിക്കണമെന്ന് ഞാൻ കരുതിയത് ഇത്രയും വലിയൊരു തെറ്റാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? കണ്ണ് നിറച്ചുകൊണ്ടാണ് വിമല തിരക്കിയത്. എടി, എല്ലാവർക്കും അവരുടെ മക്കൾ നന്നായി ജീവിക്കുന്നത് കാണാൻ തന്നെയാണ് ആഗ്രഹം. നീ അങ്ങനെ ആഗ്രഹിച്ചു പോയതിൽ തെറ്റില്ല എന്ന് വെച്ച് മോഹം കൊടുത്ത് വാക്ക് കൊടുത്ത് വർഷങ്ങളോളം പ്രണയിച്ച പെണ്ണിനെ അവളുടെ വീട്ടുകാർ തരാമെന്ന് പറഞ്ഞ പണം തിലന്ന് ആയപ്പോൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ തള്ളി പറഞ്ഞത് തെറ്റ് തന്നെയാണ് വിമല. അതിപ്പോ നിന്റെ വാക്ക് കേട്ട് ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയ മനുവും തെറ്റാണ് ചെയ്തത്. പിന്നിപ്പോ നിന്റെ മകൻ സകല സൗഭാഗ്യത്തോടെ ജീവിക്കുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ ഈ വീടുൾപ്പെടെ നമുക്കിന്ന് എന്തുണ്ടോ അതൊക്കെ ആ കുട്ടികൾക്കുള്ളതിൽ നിന്ന് എടുത്തു തന്നതാണ് അവിടെ അച്ഛൻ. ആ മനുഷ്യൻ തന്ന ഭിക്ഷ ഇടയ്ക്കെങ്കിലും അതൊന്ന് ഓർമ്മിക്കണം നീ. അതിന് നന്ദിയായിട്ടെങ്കിലും നിന്റെ കണ്ണിനി ആ വീളയ്ക്ക് പോകാതെ നോക്ക്. അതുങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. പറയേണ്ടത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വീടിനുള്ളിലേക്ക് നടന്നു അയാൾ. അയാൾ പറഞ്ഞതിന് മറുപടി ഒന്നുമില്ലാതെ ഉമ്മർത്തെ ആ ഇരുട്ടിൽ ഒറ്റയ്ക്കിരുന്നു വിമല. വിനോദിനി എവിടെ? സെറ്റിൽ ചാഞ്ഞിരുന്നുണ്ട് ലത കൊണ്ടുവന്നു കൊടുത്ത ചായ കൈ നീട്ടി വാങ്ങുമ്പോൾ വിജയൻ തിരക്കി. അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞ് കുറച്ചു മുൻപ് പോയതാണ്. തീരെ താല്പര്യമില്ലാത്ത പോലെ അവർ പറഞ്ഞു. നിനക്കും കൂടെ പോകാമായിരുന്നില്ലേ? കുറച്ച് മാസങ്ങൾ തന്നെ ആയില്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്? അന്ന് വൈഷ്ണവിയുടെ ആ പ്രശ്നം നടന്ന ശേഷം ആകാശം കൂടെ ബാംഗ്ലൂരിൽ പോയതോടെ ആ വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയവരെ ഒത്ത് അലിവോടെ അയാൾ ചോദിച്ചു. എന്തിന്? എനിക്കൊരിടത്തും പോകണ്ട. എന്റെ മോനെന്ന് വന്നാ മതി. അവനെ കണ്ണു നിറച്ചൊന്ന് കണ്ടാ മതി. ഉള്ളു നീർന്ന നോവോടെ പറഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ കസാരയിലേക്ക് ഇരുന്നു. എല്ലാം എല്ലാം എന്റെ തെറ്റായിരുന്നു. ആകാശിന് വൈഷ്ണവി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അവന് സന്തോഷം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അതിനുവേണ്ടി എന്തൊക്കെയോ പാപങ്ങൾ ചെയ്തു കൂട്ടി. അന്ന് നീ പറഞ്ഞ പോലെ മോനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അല്ലല്ലതേ. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കി നിശബ്ദമായി ഇരിക്കുന്നവരോട് വേദനയോടെ അയാൾ പറഞ്ഞു. വൈകി വന്ന വിവേകം കൊണ്ട് ഇനി എന്താണ് വിജയേട്ട ഫലം? കൂടുതൽ പറഞ്ഞ് അയാളെ വേദനിപ്പിച്ചതുകൊണ്ട് നടന്നു പോയ കാര്യങ്ങളൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ എന്നൊരു ചിന്തയിൽ അവർ പറഞ്ഞു. അയാളൊന്നും മിണ്ടാതെ അവിടെ മുഖത്തേക്ക് നോക്കിയിരുന്നതേയുള്ളൂ. ഏട്ടാ, എനിക്ക് ഏട്ടനോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം മുറ്റത്ത് കുറച്ചു നേരം വെറുതെ നടക്കുന്ന പതിവുള്ള വിജയൻ അന്നും പതിവ് തെറ്റിക്കാതെ നടക്കുന്നിടത്തേക്ക് വന്നാണ് വിനോദിന് പറഞ്ഞത്. എന്താ പറയാനുള്ളത്? പറഞ്ഞോടി, അയാൾ സ്നേഹത്തോടെ പറഞ്ഞു. അത് ഏട്ടാ, ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ വൈഷു മോള് അവിടെ എന്നെ കാണാൻ വന്നു. ലത കേൾക്കാതിരിക്കാൻ അവർ ഒച്ച താഴ്ത്തിയാണ് പറഞ്ഞത്. നീ അമ്പലത്തിൽ പോകുന്ന വിവരം അവൾ എങ്ങനെ അറിഞ്ഞു? നീ അവളെ വിളിക്കാറുണ്ടോ? നീ പറഞ്ഞിട്ടാവുമല്ലോ അല്ലെ അവൾ അമ്പലത്തിൽ വന്നത്? അല്ലാതെ അവൾക്ക് ദിവ്യദൃഷ്ടി ഒന്നുമില്ലല്ലോ നീ അവിടെ ചെല്ലുമെന്നും അറിയാൻ.
ചോദിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സൗമ്യത അയാളെ ശബ്ദത്തിൽ നിന്നും നഷ്ടമായിരുന്നു. ഏട്ടാ, പതിയെ പതിയെ പറയേ. ഏട്ടത്തി കേട്ടാ വീടിനകത്തേക്ക് എത്തി നോക്കിയിട്ട് പരിഭ്രമത്തോടെ പറഞ്ഞു വിനോദിനി. അല്ല, അവളെ എന്തിനു വിളിക്കണം? അവളും അറിയട്ടെ നിന്റെ മോള് നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. ഞങ്ങളുടെ മോനെ ഇന്ന് കാണാൻ പോലും പറ്റാത്തത്ര ദൂരത്താക്കിയിട്ട് നീ നിന്റെ മോളെ കാണാൻ പോകുന്നത് അവളും അറിയട്ടെ. അയാൾ വല്ലാത്തൊരു ദേഷ്യത്തോടെ പറഞ്ഞു. ഏട്ടാ, എന്റെ മോള് അവള് ആകെ തകർന്ന അവസ്ഥയിലാണ്. അവൾക്ക് ആകാശ് മോന്റെ ഒപ്പം ജീവിക്കണമെന്ന്. അവനില്ലെങ്കിൽ നിന്റെ മോള് ചത്തു പോകുമോ വിനോദിനി? അവർ പറഞ്ഞു തീരും മുൻപ് തൊട്ടു പിന്നിൽ നിന്നല്ലത് ചൊടിയോടെ തിരുക്കി. അത് പിന്നെ ഏട്ടത്തി, ഇവരിത് എപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നു? ഇതിന് അവിടെ അടുക്കളയിൽ എവിടെയെങ്കിലും നിന്നൂടെ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് പല്ല് കടിച്ച് നിന്ന് പോയി വിനോദിനി. നിന്റെ മോള് ചാവുന്നെങ്കിൽ അങ്ങ് ചത്തുപോയിക്കോട്ടെ. പിന്നെ ഇനി എന്റെ മോന് ഈ ജന്മം ഒരു പെണ്ണെ കിട്ടിയില്ലെങ്കിലും നിന്റെ ആ പിഴച്ച മോളെ വേണ്ട. ഇനി ആ പുഴുത്ത അവളെ മതിയെന്നതിന്റെ ഈ ആങ്ങളെയോ എന്റെ മോനോ പറഞ്ഞാൽ അന്ന് അന്ന് എന്റെ ജീവൻ ഞാൻ കളഞ്ഞിരിക്കും. എന്റെ വീട്ടിൽ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ മോളെ ഞാൻ വാഴിക്കില്ല. രണ്ടാളെ നോക്കി വെറുപ്പും മാർപ്പും നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞിട്ട് അവർ വെട്ടിത്തിരിഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോയി. നിന്റെ മോളെക്കുറിച്ച് ഇനിയൊന്നും പറയരുത് വിനോദിനി. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. എനിക്കോ ലതയ്ക്കോ പോലും അതിന് വിരോധമില്ല. പക്ഷെ നിന്റെ മോള്, അവളെ ഇനി ഒരിക്കലും ഈ വീട്ടിലോ എന്റെ മോന്റെ ജീവിതത്തിലോ തിരികെ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയും അവൾ അതിന് ശ്രമിച്ചാൽ ചിലപ്പോൾ ഞാൻ അവളെ കൊന്നു കളഞ്ഞേക്കും. നീ അത് അവളോടും പറഞ്ഞേക്കണം. അയാൾ പറഞ്ഞു കേട്ട് ഒരു നിമിഷം നിന്നിട്ട് തിരിഞ്ഞ് വീടിനുള്ളിലേക്ക് നടക്കാൻ ആഞ്ഞു വിനോദിനി അവിടെ നിന്നേ. വീടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയ വിനോദിനി അയാളെ വിളിക്കേട്ട് ഒരു പകപ്പോടെ നിന്നു. ഇനി നിന്റെ മോളെ കാണാൻ പോകുന്നെങ്കിൽ പിന്നെ തിരികെ വീട്ടിലേക്ക് വരരുത്. അവൾക്കൊപ്പം എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോളണം. എനിക്ക് എന്റെ മോനും ഭാര്യയും കൂടെ വേണം. അവരല്ലാതെ എനിക്ക് ഈ ജന്മം സ്നേഹിക്കാനോ വിശ്വസിക്കാനോ മറ്റാരുമില്ല. ഇനി നിന്റെ മോളെ കാണാൻ പോകുമ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവണം. ഞാൻ അവളെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞത് ഉൾപ്പെടെ. കാരണം തീരെ സഹി കേട്ടാൽ എന്റെ മോന് വേണ്ടി ഞാൻ ഇത് ചെയ്തു പോയേക്കും. അതുവരെ കാണാത്ത അത്ര ദേഷ്യത്തോടെ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞിട്ട് അയാൾ പകച്ചു നിൽക്കുന്ന വിനോദിനിയെ കടന്ന് തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. ദൈവത്തെ ഓർത്ത് ആ മനുഷ്യനെ ഇനി ഈ പ്രായത്തിൽ ജയിലിൽ കൂടെ കയറ്റിയത്. വിനോദിനി, നിങ്ങൾ അമ്മയും മകളെയും ചേർത്ത് പിടിച്ചതിന് ഇതിൽ കൂടുതൽ ശിക്ഷ കൊടുക്കരുത്. വിജയൻ പറഞ്ഞതൊക്കെ കേട്ട് ഹാളിൽ നിന്ന് ലത തോഴ് കൈയോടെ വിനോദിനിയോട് പറഞ്ഞിട്ട് അയാൾക്ക് പിന്നാലെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. താൻ കണ്ണ് നിറച്ചാൽ അല്ലെങ്കിൽ കരഞ്ഞു പറഞ്ഞാൽ തന്നെ ചേർത്ത് പിടിക്കുമെന്ന് താൻ കരുതിയ സഹോദരൻ പറഞ്ഞ വാക്കുകളിൽ പതറി നിന്നെടുത്തുനിന്ന് അനങ്ങാൻ പോലും ആവാതെ നിന്നു വിനോദിനി. മുഖമൊന്ന് അമർത്തി തുടച്ച് ആരോടൊക്കെയുള്ള ദേഷ്യം കടിച്ചമർത്തി മുറിയിലേക്ക് കയറി ചെന്ന ലത തന്റെ വിഷമത്തിൽ നോക്കിയിരിക്കുന്ന വിജയനെ ഗൗനിക്കാതെ ബെഡിന്റെ മറു സൈഡിലേക്ക് ചെന്ന് കിടന്നു. അവർക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി. ലതേ, തന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ തിരിഞ്ഞു കിടക്കുന്നവരെ വിളിച്ചു. എന്താ വിജയേട്ടാ, ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? അനിയത്തി വീണ്ടും കൈയും കണ്ണും നീരും കാണിച്ചു വന്നിട്ട്. മോനെ കൂടെ വിളിച്ചു പറയും പഴയ ഭാര്യ വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ റെഡിയാണെന്ന്. അവനും നിങ്ങൾക്കും ഞാൻ പറയുന്നതല്ലേ കേൾക്കാൻ വയ്യാതെയുള്ളൂ. ഇനിയൊന്നും പറയുന്നില്ല ഞാന്. എന്തൊക്കെ പറഞ്ഞാലും വിനോദിനിയുടെ കണ്ണുനീര് കണ്ടിൽ നിന്ന് അടിക്കാൻ വിജയൻ എന്ന സഹോദരന് ആവില്ലെന്ന് ലതയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മരിച്ചു കളയുമെന്നൊരു ഭീഷണി മുഴക്കിയത്. അതൊരു ഭീഷണി മാത്രമായിരുന്നില്ല, ലത മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരുന്നൊരു കാര്യം തന്നെയായിരുന്നു. ലതേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നീ. അവിടെ മുഖത്തെ ആ കല്ലിച്ച ഭാവം അയാൾ നേരത്തെ പേടി ഉണർത്തി. എന്ത് കേൾക്കാനാണ് വിജയേട്ടാ? നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിങ്ങളുടെ അനിയത്തി കഴിഞ്ഞ് ആരും ഉള്ളെന്ന് പണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് ആകാശുണ്ടായപ്പോൾ അവനാണ് നിങ്ങൾക്ക് വലുതെന്ന് തോന്നി. ആ തോന്നൽ തെറ്റാണെന്ന് നിങ്ങൾ ആകാശിനെയും വൈഷ്ണവിയെയും ചേർത്ത് വെച്ചുകൊണ്ട് തെളിയിച്ചു. അവളൊരു മോശം പെൺകുട്ടിയാണെന്ന് എപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ മോന്റെ മുന്നിൽ വെച്ച് എന്റെ മുഖത്ത് അടിച്ചത് ഞാൻ മറന്നിട്ടില്ല വിജയേട്ടാ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവർ പറഞ്ഞു കേട്ട് അയാളൊരു പിടച്ചിലോടെ കുരിഞ്ഞിരുന്ന് പറയുന്നവരെ നോക്കി. എന്നാൽ അവർ ശ്രദ്ധിക്കാതെ കാലങ്ങളായി മനസ്സിൽ അടക്കി വെച്ചതൊക്കെ പറഞ്ഞു തീർക്കുകയായിരുന്നു. ലതേ, അതൊക്കെ നീ ക്ഷമിക്ക്. എനിക്ക് അവിടെ കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി. ഇനി ഒരിക്കൽ കൂടി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. നീ എന്നെ വിശ്വസിക്ക്. അയാൾ ദയനീയമായി അവരോട് കേടും. ആവർത്തിക്കാതിരുന്ന നല്ലത്. അല്ല, നിങ്ങൾ പെങ്ങൾ സ്നേഹവും അവളോടുള്ള വിധേയത്വവും വർഷങ്ങളെ കാണുന്നതുകൊണ്ട് എനിക്കതത്ര വിശ്വാസം പോരാ. ഇനി നിങ്ങളെ പ്രവൃത്തിയിലൂടെ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കും. അന്നേരം ഞാൻ എന്റെ ഭർത്താവിനെ വിശ്വസിക്കും. പറഞ്ഞിട്ടവർ പുതപ്പ് വലിച്ച് മുഖത്തോടെ പുതച്ചുകൊണ്ട് കിടന്നു കളഞ്ഞു. അവരുടെ ആ പ്രവൃത്തിയിൽ വേദനയോടെ ഇരുന്നു വിജയൻ.
അഞ്ജു, നിനക്ക് എന്താടി 2 ദിവസമായിട്ട് ഭയങ്കര ആലോചന? എപ്പോ നോക്കിയാലും എന്തേലും ചിന്തിക്കുന്നത് കാണാലോ. തുണി കഴുകി വിരിച്ചിട്ട് കയറി വരുന്നതിനിടയിൽ അടുക്കളത്തിണ്ടയിൽ കാര്യമായി ആലോചിച്ചിരിക്കുന്നവരോട് നിവി തിരക്കി. കല്യാണം ഉറപ്പിച്ചപ്പോ എന്തോ ഒരു പേടി തോന്നുന്നുണ്ടടി. എനിക്കിപ്പോ കേട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഡേറ്റ് കൂടെ കുറിപ്പിക്കാൻ ഏട്ടനും അമ്മയും കൂടെ പോയതോടെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. നഖം കടിച്ചും തുപ്പിക്കണ്ടും കണ്ണുകൾ ഉരുട്ടി വെച്ചും അഞ്ജു പറഞ്ഞു. പറഞ്ഞിട്ടുള്ള ആ ഇരിപ്പ് കണ്ട് ചിരി പൊട്ടി നിവിക്ക്. എന്റെ അഞ്ജു, നിനക്കറിയുന്ന ആളുകൾ തന്നെയല്ലേ സച്ചേട്ടനും അമ്മയും? പിന്നെ വീടാണെങ്കിൽ അടുത്തടുത്ത്, ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം. പിന്നെന്താ നിന്റെ പ്രശ്നം? വെറുതെ ആ നഖം മുഴുവൻ തിന്ന് തീർക്കല്ലേ. പറഞ്ഞിട്ട് അവളുടെ വയലിൽ നിന്ന് കൈ പിടിച്ചു മാറ്റി നിവി. അത് അതില്ലേ നിവി, എനിക്ക് സച്ചിയേട്ടനെയും അമ്മയും ഒക്കെ അറിയാൻ പറ്റി. അവരെ എനിക്ക് പേടിയില്ല, രണ്ടും പാവങ്ങളാണെന്നേ. എന്റെ ടെൻഷൻ അതൊന്നുമല്ല. പറഞ്ഞോണ്ട് തന്നെ അഞ്ജു വീണ്ടും നഖം കടിക്കാൻ വിരൽ വായിലേക്ക് കൊണ്ടുപോയി. അടങ്ങിയിരുന്നോ? ഇനി നീ നഖം കടിച്ചാൽ നല്ല കൊട്ട് കിട്ടും നിന്റെ ചുണ്ടില്. വീണ്ടും നഖം കടിക്കാൻ തുടങ്ങിയവളെ നോക്കി നിവി കാലിപ്പിട്ടു. പണ്ടേ അഞ്ജുവിന് ടെൻഷൻ കയറി നഖം കടിക്കുന്ന സ്വഭാവമുണ്ട്. ഈയിടെ അധികം കാണാതിരുന്ന ശീലം പെണ്ണും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അറിഞ്ഞോണ്ടല്ലടി, ടെൻഷൻ വരുമ്പോ അറിയാതെ കൈ വായിലേക്ക് പോകുന്നതാണ്. കുഞ്ഞി പിള്ളേരെ പോലെ പല്ലി മുഴനി കാണിച്ച് ചിരിച്ചോണ്ട് അഞ്ജു പറഞ്ഞു. അല്ല, നീ ബാക്കി പറഞ്ഞില്ലല്ലോ. എന്താണ് നിന്റെ ടെൻഷൻ? അതൊന്ന് കേൾക്കട്ടെ ഈ ഏട്ടത്തി. അഞ്ജുനെ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്നിരുന്നുണ്ട് നിവി തിരക്കി. അതിലെ നിവി. അഞ്ജു ചമ്മലോടെ ചിരിച്ചോണ്ട് നിവിയെ നോക്കി. എന്താടി കോപ്പയെ നിനക്ക്? അവളുടെ നോട്ടത്തിലെ കള്ളത്തരം കാണാൻ നിവി ചൊടിയോടെ തിരക്കി. അതിലെ നിവി, ഈ മറ്റേ കാര്യം, അതേക്കുറിച്ച് ഒക്കെ ഓർക്കുമ്പോ പേടിയാകുന്നടി എനിക്ക്. നിവിയുടെ മുഖത്ത് നോക്കാതെ നാണം നിറഞ്ഞ ചിരി ഒളിപ്പിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു. മറ്റേ കാര്യവും? അതെന്ത്? നിവിക്ക് കാര്യം മനസ്സിലായില്ല. അല്ലടി, ഈ വിവാഹം കഴിഞ്ഞുള്ളതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. ചുണ്ടൊക്കെ ചുളുക്കി പിടിച്ച് ഒരു കള്ളച്ചിയോടെ ചോദിച്ചുകൊണ്ട് അഞ്ജു നിവിയുടെ ചുമലെ ചാഞ്ഞു. അയ്യേ, നാണല്ലേ പെണ്ണേ. അഞ്ജു, നീ ഇത് എന്തൊക്കെയാ ചോദിക്കുന്നേ? അഞ്ജുനെ തുറച്ചു നോക്കി ചോദിക്കുമ്പോൾ നിവിയുടെ മുഖം ചുവന്നു പോയിരുന്നു. അതെ, നീ കൂടുതൽ അങ്ങ് നാണിക്കണ്ട. ഞാൻ ഈ ചോദിക്കുന്നത് എന്റെ കൂട്ടുകാരിയോടാണ്. പോരാഞ്ഞിട്ട് നീ കുറച്ചു മുൻപ് പറഞ്ഞില്ലേ ഏട്ടത്തിയെന്ന്. ഇതിൽ ആരായാലും നിനക്കിതൊക്കെ എനിക്ക് പറഞ്ഞു തരാം. അഞ്ജു ചിരിയോടെ പറഞ്ഞു. അതിപ്പോ അതങ്ങനെ ഞാൻ പറയും? നിവി നാണത്തോടെ തന്നെ തിരക്കി. എന്റെ മോൾ നാണിക്കാതെ പറഞ്ഞു തന്നേ. നിവിയെ ചുറ്റിപ്പിടിച്ചിരുന്നുകൊണ്ട് കണ്ണും ചുണ്ടും ഒക്കെ കോർപ്പിച്ച് അഞ്ജു പറഞ്ഞു. പെണ്ണിന്റെ വർത്തമാനം കേട്ട് ഈ തവണ നഖം കടിച്ചു പോയത് നിവിയായിരുന്നു.